മാസം 20,000 മുതൽ 30,000 യെൻ വരെ തരാം. എനിക്കിവിടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ സാധിക്കുമോ? ജപ്പാനിലെ ഏറ്റവും വലിയ ജയിലായ ടോഗിച്ചിയിലെ അധികൃതരോടുള്ള അന്തേവാസികളുടെ ചോദ്യമാണിത്. ദാരിദ്ര്യവും ഏകാന്തതയും ഒറ്റപ്പെടലുമാണ് ഈ ചോദ്യത്തിനു പിറകിൽ. ജപ്പാനിലെ വനിതാ ജയിലുകളെല്ലാം പ്രായമായവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മോഷണക്കുറ്റം ഉൾപ്പെടെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തെത്തിയവരാണ് ഇതിലധികം പേരും. നേരത്തിന് ഭക്ഷണം, മരുന്ന്, പരിചരണം ഇതെല്ലാം ജയിലിൽ ലഭ്യമാണ്. കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ ചുറ്റിനും ഒരുപാട് ആളുകളുമുണ്ട്. പ്രത്യേകിച്ച് പണച്ചെലവൊന്നുമില്ലതാനും. ഇതൊക്കെയാണ് ഏകാന്തതയും ഒറ്റപ്പെടലും നിറഞ്ഞ വാർദ്ധക്യത്തിൽ ജയിലിനെ അഭയസ്ഥാനമായി കാണാനും വീണ്ടും എന്തെങ്കിലും ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിലേക്ക് തന്നെ മടങ്ങി വരാനും എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. വൃദ്ധസദനത്തെ ആശ്രയിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ജയിലിലേക്ക് എത്തുന്നുണ്ട്. ഒരു തവണ ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ചെറിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടെങ്കിലും ജയിലിലേക്ക് തന്നെ മടങ്ങി വരാനുള്ള പ്രവണത പ്രായമായവരിൽ കൂടി വരുന്നതായാണ് കണ്ടെത്തൽ. 2003 2022 ഇടയിൽ പ്രായമായ തടവുകാരുടെ എണ്ണം ഏകദേശം 4 ഇരട്ടിയായി വർദ്ധിച്ചതായാണ് പറയപ്പെടുന്നത്.